എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെയും മനോഹരമായ ദിവസം രാവിലെ സമയത്ത് എൻ്റെ പ്രിയ പ്രേക്ഷകരുമായും സുഹൃത്തുക്കളുമായും ബന്ധുമിത്രാദികളുമായും സഹോദരി സഹോദരന്മാരുമായും മാതാപിതാക്കളുമായി അല്പസമയം ചിന്തകൾ നമുക്ക് അന്യോന്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അവസരം ലഭിച്ചതിനായിട്ട് ദൈവത്തിൻ്റെ സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളട്ടെ. ഇന്ന് കേരളക്കരയിൽ നമ്മൾ ദുഃഖത്തിൽ ആഴ്ന്നിരിക്കുകയാണ് വയനാട് സംഭവത്തിൽ. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് വാർപ്പ് കെട്ടിടങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. വയനാട്ടിൽ നാം കണ്ടതാണ്, ഉള്ള ഭവനങ്ങൾ മുഴുവൻ കുത്തിയൊലിച്ച് മണ്ണോട് ഉൾപ്പെടെ കല്ലും പാറയും മണ്ണും എല്ലാം ഒലിച്ച് പോയി. 32,000 പേരുടെ അവസ്ഥ നാം കണ്ടതാണ്. അതിൽ നാം ദുഃഖിക്കുന്നു, ഖേദിക്കുന്നു. അവർക്ക് കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. സഹായഹസ്തങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. കേരളക്കരയിൽ ഇന്ന് അങ്ങോളം ഇങ്ങോളം വലിയ ഫ്ലാറ്റുകൾ, വലിയ കെട്ടിടങ്ങൾ, വാർപ്പ് കെട്ടിടങ്ങളൊക്കെ ഉടലെടുത്തുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ, ഒരു ഭൂകമ്പം ഉണ്ടായാൽ എത്ര പേർക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. അതിർവരമ്പുകൾ വെച്ച് അതാത് മതത്തിൻ്റെയും അതാത് രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ അതിർവരമ്പുകളൊക്കെ വിസ്താരമാക്കി പാവപ്പെട്ടവനെയും ഉയർന്നവനെയും താഴ്ന്നവനെയും ബുദ്ധിമാനെയും ബുദ്ധിമതിയെയും എല്ലാം വേർതിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പാവപ്പെട്ടവന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥാവിശേഷം, സാധനങ്ങളെ വിലക്കയറ്റം, അവനെ സാധനങ്ങൾ കാണുകയല്ലാതെ വാങ്ങിച്ച് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കാത്തൊരവസ്ഥാവിശേഷം. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവം അവനെ ഈ അവസ്ഥയിൽ എത്തിച്ചതിന് ദൈവത്തോട് കുറ്റം പറയൽ അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അവിടെ വേറൊരു സംഭവം നാം കാണുന്നത്, ഈ മനുഷ്യൻ ദൈവത്തോട് അല്ലെങ്കിൽ ഈ ജനക്കൂട്ടം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഏത് മതത്തിൽപ്പെട്ടവരും ആയിക്കോട്ടെ, പ്രാർത്ഥന കേട്ടാൽ ദൈവത്തിനവിടെ ഇരിക്കാൻ പറ്റുകയില്ല. ദൈവം ന്യായം വിധിക്കും, ന്യായവിധി നടത്തും. തങ്ങൾക്കുള്ള സമ്പാദ്യം, തങ്ങളുടെ ആവശ്യം കഴിഞ്ഞുള്ളത് സ്വരൂപിച്ച് കൂട്ടി ബാങ്കുകളിൽ, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുന്ന മനുഷ്യർ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. സ്വത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി അക്രമങ്ങൾ, അനീതികളൊക്കെ നടത്തുന്നതായ ഒരു വലിയ വിഭാഗം ആളുകളെ നാം കാണുന്നുണ്ട്. പക്ഷേ 5 പൈസ പോലും അവർ നഷ്ടപ്പെടുത്തുകയില്ല. ഒരു വലിയ മനുഷ്യൻ്റെ കാര്യം നാം ഈ ഇടയ്ക്ക് പേപ്പറുകളിൽ വായിച്ചതാണ്. അദ്ദേഹം സമ്പാദ്യങ്ങൾ മുഴുവൻ പ്രൈവറ്റ് ബാങ്കിൽ നിക്ഷേപിച്ചു. അവരുടെ അവസ്ഥാവിശേഷങ്ങളൊക്കെ അവരറിഞ്ഞു. അദ്ദേഹത്തെ കൊന്ന് ആ പൈസ കൈക്കലാക്കുവാനായിട്ട് അവർ പരിശ്രമിച്ചു, ശരിയാണ്. പക്ഷെ അതുപോലെ എത്രയോ ആളുകൾ തങ്ങളുടെ സമ്പാദ്യങ്ങൾ ബാങ്കുകളിൽ നിക്ഷേപിച്ച് കൂട്ടിക്ക് വയ്ക്കുന്നു. അതിൽ നിന്ന് ഒരു പൈസ പോലും അവരെടുക്കാതെ അത് കൂട്ടി വയ്ക്കുകയാണ്. ഇവനും പ്രയോജനമില്ല, അവൻ്റെ മക്കൾക്കും പ്രയോജനമില്ല, കുടുംബത്തിനും പ്രയോജനമില്ല, സമൂഹത്തിനും പ്രയോജനമില്ല. അത്യാവശ്യപ്പെടുന്നവന് ഒരു പൈസ പോലും കൊടുത്ത് സഹായിക്കുവാൻ ഈ മനുഷ്യൻ തയ്യാറുമല്ല. പിന്നെ എന്തിനാണ് ഈ സമ്പാദ്യങ്ങളൊക്കെ കൂട്ടിവയ്ക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. രോഗം വന്ന് മൂർച്ഛിക്കുന്ന അവസരങ്ങളിൽ, മരണശയ്യയിൽ കിടക്കുന്ന അവസരങ്ങളിൽ, അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥാവിശേഷങ്ങളിൽ ഈ മനുഷ്യന് ഇതെല്ലാം നഷ്ടപ്പെടുത്തു കളയും എന്നുള്ളത് നാം മനസ്സിലാക്കണം. അവനപ്പോൾ ഇതൊന്നും വേണ്ട, അവൻ രക്ഷപ്പെടുക മാത്രമാണ് അവൻ്റെ ഉദ്ദേശം. അതുപോലെ ഈ ലോകത്തിൽ എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്, മനസ്സാക്ഷിയില്ലാതെ പ്രവർത്തിക്കുന്നവർ, കൈക്കൂലി വാങ്ങിക്കുന്നവർ, അനാഥരെയും വിധവമാരെയും പീഡിപ്പിക്കുന്നവർ, വക്രബുദ്ധികളായി അന്യൻ്റെ പണം കൈക്കലാക്കുന്ന, സ്വത്തുക്കൾ കൈക്കലാക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ നമ്മുടെ ചുറ്റുപാട് താമസിക്കുന്നു. മതപണ്ഡിതന്മാർ വരെയുണ്ട്.
സന്യാസി വീരന്മാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നവരുണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ സ്വത്തുക്കളൊക്കെ ഇവൻ സമ്പാദിച്ചു വെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ അവൻ നശിച്ചു പോകും, അവൻ്റെ ജീവൻ നശിക്കും. മനുഷ്യൻ രക്ഷപ്പെടുവാനായിട്ട് ആശുപത്രികളിലെ രോഗികളെ ഡോക്ടർമാരുടെ അടുത്ത് ചെന്ന് ഇല്ലാത്ത മരുന്നുകൾ വാങ്ങിക്കഴിച്ച് അടുത്ത രോഗം അവൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. അറിയാൻ വയ്യാത്ത ഡോക്ടർമാരുടെ അടുത്ത് ചെന്നിട്ട് അവന് മരുന്നുകൾ അവർ കുറിച്ച് കൊടുക്കുന്നത് വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ വേറെ രോഗം അവൻ്റെ ശരീരത്തിൽ ഉടലെടുക്കുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മെ തന്നെ ശുദ്ധിയുള്ളവരായി, വിശുദ്ധിയുള്ളവരായി, ക്രമീകരിക്കുന്ന ആഹാര ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നവരായി, വ്യായാമം ചെയ്യുന്നവരായി തീർന്നാൽ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കുറേയൊക്കെ സാധിക്കും. കുറച്ച് നാളുകൂടെ നമുക്ക് രോഗമില്ലാതെ അവസ്ഥയിൽ കഴിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഡോക്ടർമാർ നമ്മളെ ഉപദേശിപ്പിക്കുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ കേരളക്കരയിൽ മുഴുവൻ ഇന്ന് വാർപ്പ് കെട്ടിടങ്ങളാണ് കൂടുതലും കാണുന്നത്. ഇതിനകത്ത് AC വെച്ചിട്ട് 4 വശവും മതിലും കെട്ടി, കുറ്റം പറയുകയല്ല, അസൂയ കൊണ്ട് പറയുകയല്ല, AC വെച്ച് 4 വശവും മതിലും കെട്ടി മറ്റാൾക്കാരുമായിട്ട് യാതൊരു സഹകരണവുമില്ലാതെ ഈ മനുഷ്യൻ ഇവിടെ കഴിയുമ്പോൾ അത് നല്ലത് തന്നെയാണ്, എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവൻ്റെ ഒരു ചെറിയ ഭൂകമ്പം വന്നാൽ ഈ മണ്ണ് ഒലിച്ചു പോകും, ഈ പർവ്വതങ്ങളൊക്കെ തകരും, ഈ കുന്നുകളൊക്കെ നിരപ്പാകും, കെട്ടിടങ്ങളൊക്കെ നിലംപരിയാകും. അപ്പോൾ ഈ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഒരൊറ്റ മനുഷ്യന് സാധിക്കത്തില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതിൻ്റെ അടിച്ചിൽ കിടക്കുന്ന പോലെ ഇവൻ കിടക്കും. അവനെ രക്ഷപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു സവിശേഷം. 1-2 പേരെയാണ് നമുക്ക് രക്ഷപ്പെടുത്താം. 10,000-കണക്കിന് ആളുകൾ ഇതിൽ അടിയിലായിക്കഴിഞ്ഞാൽ എവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും? നാം മനസ്സിലാക്കണം. വയനാട്ടിൽ നമ്മുടെ പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട്. അവർ ചിലപ്പോൾ ഈശ്വര വിശ്വാസികളായിരിക്കാം, നന്മ ചെയ്തവരായിരിക്കാം. ഞാൻ പറയുന്നില്ല മറ്റുള്ളവരെല്ലാം തിന്മ പ്രവർത്തിച്ചു എന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. കയത്തിൽ നിന്ന്, ചള്ളയിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന്, മരങ്ങളുടെ ഇടയിൽ നിന്ന്, കെട്ടിടങ്ങളുടെ ഇടയിൽ നിന്ന് ഒക്കെ രക്ഷപ്പെട്ടവരുണ്ട്. അതുപോലെ അപൂർവം ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ കേരളക്കരയിൽ രക്ഷപ്പെട്ടെന്ന് വരാം. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ മുഖ്യമന്ത്രിയെന്നോ മന്ത്രിമാരെന്നോ രാഷ്ട്രീയ നേതാക്കന്മാരെന്നോ പ്രധാനമന്ത്രിയെന്നോ ഉന്നത ഉദ്യോഗസ്ഥന്മാരെന്നോ പാതിരിമാരെന്നോ പാസ്റ്റർമാരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതിൻ്റെ ഭാഗഭാക്കുകളാകും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ 70, 80 അല്ലെങ്കിൽ 120, 100, 120 വർഷം ഞെറ്റം വന്ന കഷ്ടതയും പ്രയാസവുമാണ് കൂടുതലും. ഈ കാലഘട്ടങ്ങൾ നമ്മളെ കഴിയുന്ന സഹായ സഹകരണങ്ങൾ നന്മ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാം, വിശുദ്ധ ജീവിതം നയിക്കാം, ജനങ്ങളെ സേവിക്കാൻ, രാഷ്ട്രത്തെ സേവിക്കാം. അതിലൊക്കെ ഉപരി ദൈവനാമമഹത്വത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി, ഞാൻ സാമൂഹ്യ പ്രവർത്തനമാണ്. അതുകൊണ്ട് നമുക്ക് ഈ വരുന്ന പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് അപകടങ്ങളൊക്കെ രക്ഷപ്പെടുവാൻ ഒരേ മാർഗ്ഗമേ ഉള്ളൂ: ഈശ്വരവിശ്വാസം, ഈശ്വരചിന്ത, വിശുദ്ധ ജീവിതം, നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുക, രാഷ്ട്രത്തെ സേവിക്കുക, രാഷ്ട്രത്തെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക. ഇതിലൊക്കെ ഉപരി ദൈവനാമത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ഈശ്വര ചൈതന്യം നമ്മൾ ഓരോരുത്തർ കൂടിയും വളർന്ന് മറ്റുള്ളവർക്ക് പകരട്ടെ, ദീപം ഇന്നും തെളിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കും. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി. താങ്ക് യു വെരി മച്ച്. എൻ്റെ ഫോൺ നമ്പർ 0916238290270 9744645234. Thank you very much.